ഹലോ, മംഗളത്തിനോ? ഞാൻ ഇച്ചിരി തിരക്കിലാണ്. ഞാനിപ്പോൾ ഒരു പടത്തിൻ്റെ ഡിസ്കഷനിലിരിക്കുക. നമുക്കൊരു ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു 2 മണി കഴിഞ്ഞിട്ട് വിളിക്കാമോ? ആ ഓക്കെ. പുതിയ പടത്തിൻ്റെ. ഇപ്പം നല്ല തിരക്കാണ്. 2 പടം ഇപ്പോൾ ഒരുമിച്ച് ഇറങ്ങിയതല്ലേ ഉള്ളൂ. നമുക്ക് സമാധാനമായിട്ടിരിക്കാം. മെസ്സേജ് അയച്ചിട്ടേ വിളിക്കാവേ. ഓക്കെ. ശരി. ഇന്ന് നമുക്ക് ചക്കക്കുരു ഉപയോഗിച്ച് തോരൻ തയ്യാറാക്കിയെടുക്കാം. നീ ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജിനുള്ള റിപ്ലൈ അയച്ച അവസാനം തലവനാവേ. അതിനെന്താ, നമ്മുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മളൊരു താങ്ക് യു എങ്കിലും അയക്കണം. നെക്സ്റ്റ് പ്രോജക്റ്റ് ആയിട്ടില്ല. പറയാനേ ഷൂട്ടുണ്ടായിരുന്നു. ചാൻസിന്റെ ബഹളമായിരിക്കും. ഞാൻ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ ഗ്യാപ്പ് ഇട്ട് ചെയ്യാന്ന് വെച്ചു. ബാച്ച് വരെ ചെയ്തിട്ട് എന്തുവായിരുന്നു. സ്ക്രിപ്റ്റ് ഒരു ദിവസം ഒരു 3-4 കേൾക്കും, പിന്നെ അത് കഴിയുമ്പോൾ മടുക്കും. ശരി, ഓക്കെ. ഇതിട്ട് മേളി വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് 4 പേര് കാണേണ്ടത്. ഗണേഷിനെ ഒന്ന് വിളിച്ചേക്കാം, പുതിയ പടമായെന്ന് കേട്ടായിരുന്നു. ഹലോ, ഗണേഷ് അല്ലേ? വിനീതയാണ്. പുതിയ പടമായെന്ന് കേട്ടല്ലോ. തുടങ്ങി? അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, ഇവിടെ തന്നെ ഉണ്ട്. അല്ല, റോളും ഒക്കെ ഉണ്ടെങ്കിൽ പറയണേ. പിള്ളേരുടെ കഥയാണ്. അപ്പൊ ടീച്ചർ കാണോ? അമ്മൂമ്മ? ശരി, അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ടീച്ചർ ഇല്ലാത്ത എന്നെ പിള്ളേരുടെ കഥയാണ്. എവിടാ ജോലി? ഇത് തീരത്തില്ല. ഉദ്ഘാടനമാണോ? 18-ാം തീയതി എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എങ്ങനെങ്കിലും ഒപ്പിക്കാൻ പറഞ്ഞ ഡേറ്റ് വേണ്ടേ മാഷെ? എന്തായാലും ഒരു സെക്കൻഡ്, ഞാൻ എൻ്റെ ഡയറി ഒന്ന് നോക്കിക്കോട്ടെ. അല്ലേ? 18-ാം തീയതി ഒരു ഉച്ച വരെ ഫ്രീ ആക്കാം കേട്ടോ. പുറത്തൊക്കെ ഇറങ്ങുമ്പോ ഞാൻ ആക്ച്വലി കണ്ണാടിയൊക്കെ വെച്ച് മുടിയൊക്കെ പൊക്കി കെട്ടി ഇറങ്ങുന്നേ. അപ്പൊ പിന്നെ ആർക്കും മനസ്സിലാവില്ല. ഫുഡ് കഴിച്ചോ? ദൈവമേ, എന്തൊക്കെ അറിയണം. യെസ്, എവിടെയാ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ 2 മൂവീസ് ചെയ്തിട്ടുണ്ട്. ഏത് മൂവി? ആനന്ദോ? പിന്നെ ഇപ്പൊ ഇറങ്ങിയ എബി എന്ന് പറഞ്ഞ. രണ്ടും കണ്ടിട്ടില്ല. DVD ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കാണാൻ ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്ത് വീഡിയോസ്? അങ്ങനത്തെ വീഡിയോസ് അല്ല, മറ്റേ കോമഡി സ്മാഷ് ഒക്കെ. ഞാൻ എളുപ്പം കാണാറ്. ചുംബന സമരത്തിലുണ്ടായിരുന്നോ? ഞാനോ? ഇവിടെ കുത്തിയാതെ. അപ്പൊ വയറിങ്ങനെ കിടക്കുന്ന കാണത്തില്ലേ? കുഴപ്പമില്ല. ഓക്കെ ആണോ? കുത്തിവെച്ചാൽ ഞാൻ മാതൃഭൂമി പോയപ്പോ അവരിങ്ങനെ ബാക്കിൽ കിടക്കെ എടുത്ത് വയറ് കാണലെന്ന് പറഞ്ഞു. എല്ലായിടത്തും ഡിഫറെന്റ് ആണ്. ഞാൻ ബാക്കിയെല്ലാ ചാനലിലും പോയിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ട്. നികേഷ് കുമാർ ഈ ചാനലല്ലേ? പുള്ളി ഇന്റർവ്യൂ എടുക്കുന്നത് നല്ലതായിരുന്നു. നേരെ ഇരിക്കണം, കയറി ഇരിക്കണം. കയറി കാല് കുഴപ്പമില്ല. എനിക്കും ഇതാ കംഫർട്ടബിൾ. ഇങ്ങനെ ഫോക്കസ്. ശരിയാ. അപ്പൊ ഞാൻ ഇവിടെ അല്ലേ ക്യാമറ വെച്ചേക്കുന്നത്. ഇവിടെ നോക്കി സംസാരിച്ച പ്രശ്നമില്ല. ഇവിടെ നോക്കി ഡയറക്റ്റ് ഇവിടെ നിന്നല്ലേ ക്വസ്റ്റ്യൻ. അല്ല, ഇങ്ങോട്ട് മാറി നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം, പ്രശ്നമില്ല. അയ്യോ, കുലുങ്ങുന്നുണ്ട്. കുഴപ്പമില്ല, ഫോക്കസ്. കുഴപ്പമില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഇതെന്തെങ്കിലും കാണിച്ചത് കൊള്ളാം. സംഭവം നല്ല കുഷി. വീട്ടിലും കൂടെ ഒന്ന് മേടിച്ചു. ചോദ്യം തുടങ്ങാം. അപ്പം ഒരു സെക്കൻഡ് ഓൺ ചെയ്യും. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ഇങ്ങനെ ഇന്റർവ്യൂ മോഡിൽ പോണോ, അതോ നമ്മൾ തമാശ ചിരി കളി അങ്ങനെ പോയാലോ? അതെ. അപ്പൊ തുടങ്ങാം. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളെ പറ്റി മാമിന്റെ അഭിപ്രായം എന്താ?
മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളെ പറ്റി ഇപ്പം എല്ലാരും ഡിഫറെന്റ് ആണല്ലോ. നമ്മളിപ്പം എല്ലാരും ഒരേ കണക്കല്ലല്ലോ. ഇപ്പൊ ലാലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ലാലേട്ടൻ നമ്മളെ ഒരുപാട് കംഫർട്ടബിൾ ആക്കും. ലൈക്ക് നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗത്തിനെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പം ലൈക്ക് അങ്ങനെ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു നമുക്ക് തോന്നത്തൊന്നുമില്ല. ഇപ്പം മമ്മൂക്കയെ പറ്റി പറയുകയാണെങ്കിൽ ലൈക്ക് നമ്മൾ കേട്ടിട്ടുള്ള ഭയങ്കര ഗൗരവമാണെന്നൊക്കെയാ. പക്ഷെ ആള് ആക്ച്വലി കുറച്ച് സംസാരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ആള് ലാലേട്ടനെ പോലെ തന്നെ ലൈക്ക് നല്ല കംഫർട്ടബിൾ ആക്കും. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവോ എടുക്കുകയൊക്കെ ചെയ്യും. മാം ഇവരുടെയൊക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ഇങ്ങനെ രണ്ടുപേരുടെ കൂടെ അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഇതൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണല്ലോ. നമ്മളിങ്ങനെ ഈ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇങ്ങനെ ആൻസർ ചെയ്യണം എന്നല്ലേ നമ്മളെല്ലാരും കേൾക്കുന്ന ഇതല്ലേ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കുളിച്ചോ? ഹായ്, വിനീത കോശിയല്ലേ? അങ്ങനെ എന്നെ ഒരാൾ തിരിച്ചറിഞ്ഞു. അപ്പൊ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യോല്ലേ? ഒരു ഷെയറും കൂടെ ചെയ്തോട്ടോ.